ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മാസഫലമാണ് അല്ലേ. ഇത് പുതുവർഷമാണ്. ഇപ്പൊ ജനുവരി മാസത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെയുണ്ട് ഈ ഒരു മാസം എന്ന് നോക്കാം അല്ലെ. നമ്മൾ ഒത്തിരി ആഗ്രഹത്തോടും പ്രതീക്ഷയോടെ ഒക്കെയല്ല ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഒരു പ്രിഡിക്ഷൻസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ നമുക്ക് വൃശ്ചിക രാശി, വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിരവും തൃക്കേട്ടയോട് ചേർന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈമില് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഗ്രഹസ്ഥിതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൃശ്ചിക രാശിക്ക് നമ്മുടെ രണ്ടാം ഭാവത്തിലാണ് എന്താ സൂര്യനും കുജനും ബുധനും ശുക്രനും കൂടി എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മാസപ്പകുതിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രഹങ്ങളെല്ലാം കൂടി മൂന്നാം ഭാവത്തിലേക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാലാം ഭാവത്തിൽ രാഹുവും 5 ശനിയും 8 എന്താണ് വ്യാഴവും സ്ഥിതി ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജോലി അന്വേഷിക്കുക, ഒരു തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ, കുറച്ച് നാൾ പരിശ്രമിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം അത് പരിശ്രമത്തിന് ഫലം കാണുക, തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യം, തൊഴിൽ സിദ്ധി ഒക്കെ പറയാവുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ വരുമാന കാര്യത്തിൽ ചിന്തിക്കുമ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു വരുമാന സ്ഥിതി ഈ ഒരു ടൈമിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ മൈൻഡില് നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് കുറച്ച് ഫിയർ, ഒരു പേടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പേടി കാരണം എന്താണ്, മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ പോകാവുന്ന ഒരു മാസമാണ് ജനുവരി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത നിമിത്തം എന്തുണ്ടാവും, അവിടെ ഒരു പേടി ഉണ്ടാവും. ഉള്ളിൽ പേടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, മനസ്സിനൊരു സ്വസ്ഥത കിട്ടുമോ? സ്വസ്ഥത കിട്ടൂല. അയ്യോ നാളത്തേക്ക് എന്താണ്, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ, ഇപ്പൊ എങ്ങനെ പോകണം, ഇവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഈ കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടായാൽ മനസ്സിനൊരു ദുഃഖമായി മാറാനൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാസത്തെ കൃത്യമായിട്ട് നിങ്ങളിപ്പോ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് ജോലി അന്വേഷിച്ചാൽ കിട്ടുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ജോലിയിലുള്ളവർക്കാണെങ്കിൽ നന്നായി പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പുരോഗതിയിലേക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു മാറ്റം കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കും. അവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. കാരണം പേടിച്ചെന്നോർത്തൊരു കാര്യം നടക്കണ്ടായെങ്കിൽ നടക്കാതിരിക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ ഒരു മാസം മനസ്സിലായി ഇങ്ങനെയാണ് സ്ഥിതി, അപ്പൊ നമ്മളവിടെ ഓവർ ഫിയർ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ അനാവശ്യമായ ഭയം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും, നമ്മൾ എന്താവും, അൺബാലൻസ്ഡ് ആയി മാറും. സോ അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, വരുമാനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാവുന്ന ഒരു മാസം തന്നെയാണ് ജനുവരി 2026 എന്ന് പറയുന്നത്. സോ ആ കാര്യത്തിന് ടെൻഷൻ മാറി. അടുത്ത കൂടുതലായിട്ട് ആളുകൾക്ക് വരുന്നൊരു ഡൗട്ടാണ് കുടുംബം അല്ലെങ്കിൽ കുടുംബ ജീവിതം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. നമുക്കിവിടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്താണോ ഉള്ളത് അതേ രീതിയിൽ അങ്ങ് പോകുന്ന അവസ്ഥയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിവാഹത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതോടെ നന്നായി അന്വേഷിക്കുക, ടൈം നന്നായി അന്വേഷിക്കുക. നമുക്ക് എന്തൊക്കെ മാർഗത്തിലൂടെ അത് അന്വേഷിക്കാൻ പറ്റും അതൊക്കെ ചെയ്യും. ഇപ്പം നമുക്കറിയാം, മാട്രിമോണി സൈറ്റുകളുണ്ട്, ആപ്പുകളുണ്ട്, ബ്രോക്കർമാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോട് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും മാക്സിമം അതിന് വരാനുള്ള പോസിബിലിറ്റി കൂട്ടുക, വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം നന്നായി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വിവാഹത്തിനുള്ള പങ്കാളിയൊക്കെ നമുക്കെന്ന് ലഭിക്കുന്ന ടൈം തന്നെയാണെന്ന് പറയുന്നത്. കാരണം നമ്മുടെ രണ്ടാം ഭാവത്തിൽ 4 ഗ്രഹങ്ങളോട് ഒന്നിച്ച് നോക്കുന്ന സമയമാണ്. ഇവിടെ നമുക്ക് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കപ്പിൾസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴൊക്കെ ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചില സമയത്ത് അവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് സങ്കടം, അല്ലെങ്കിൽ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് വരിക, അല്ലെങ്കിൽ ഒന്ന് കാണുന്ന ഒരു ഇമോഷൻ പെട്ടെന്ന് അടുത്ത ഇമോഷനിലേക്ക് മാറുക. അത് നിമിത്തം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും. കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭാര്യ, ഭർത്താവ്, കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ വേറൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു നോക്കിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അനാവശ്യമായിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ടൊരു കലകലിത അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ശ്രമം നമുക്ക് നല്ലതാണ്. പക്ഷെ ഒരു
അത്യാവശ്യം കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ഒരു പിണക്കങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നേ. കാരണം ഒരു എപ്പോഴും സുഖമായിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. അപ്പൊ മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എപ്പോഴും ഇടയ്ക്കൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ അതെന്ത് ചെയ്യാം, അത് നിങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്താണ് ഇഷ്യൂസ് ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചൊരു മാസം എടുത്ത് പറയുമ്പോഴും കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ കൂടുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നൊരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. കുടുംബത്തിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് കുടുംബാവശ്യങ്ങൾ കൂടുന്ന ഒരു ടൈമായിട്ട് നമുക്കിത് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വർക്ക് ലോഡ് കൂടുന്ന അവസ്ഥയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അടുത്തെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലൈഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നല്ല ടൈം തന്നെയാണ്. പക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ ഇഷ്യൂസ് ഈ ഒരു ടൈം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ കാരണം നമുക്ക് പഠനത്തിൽ ഫോക്കസ് ഇല്ലാതെ വരിക, കോൺസെൻട്രേഷൻ ഇല്ലാതെ വരിക, അത് മാത്രമാണ് പ്രശ്നം. അല്ലാതെ നിങ്ങളെ പഠനത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അതിന് അനുകൂലമായ മാസം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ആരോഗ്യം അല്ലെ. ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ 4ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യണം, 5ൽ ശനി സ്ഥിതി ചെയ്യുന്നു, അതേപോലെ 8ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. നമുക്ക് വയറ് സംബന്ധമായിട്ട്, കാല് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഇത് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇറിറ്റേഷൻസ്, എന്തെങ്കിലുമൊക്കെ ചെറിയ സ്മോൾ ഡിസീസുകൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുക, മുട്ടുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ പോകുമ്പോൾ അത് സേഫായിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത് നമ്മുടെ ഒരു 50-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം അത്ര നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനൊന്നും വലിയ ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തു വെക്കുന്നത് അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ നമുക്കൊരു ആത്മീയമായ യാത്ര പോകണം, അത് അനുകൂലമാണ്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം നോളജ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ശ്രമിക്കാം. നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ കാണണം, അത് കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെയൊക്കെ കാണാൻ പോകണം, അതിന് പോകാൻ സമയമാണ്. യാത്രകൾ പോകാൻ സാധിക്കുന്ന സമയമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. നിങ്ങളൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ചിന്തിക്കുവാണെങ്കിൽ, ഒരു വലിയൊരു പ്രൊജക്റ്റിലേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിച്ച് നന്നായി ടേക്ക് കെയർ ചെയ്തതിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് മാത്രം അതിനൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് സൈഡ് അത്ര നല്ലതായിട്ട് നമ്മൾ പറയുന്നില്ല ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫണ്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ടൈമിൽ കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. കാരണം ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് അതിൻ്റെതായ അറിവുകൾ അതിലില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഗൈഡൻസ് കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ വലിയൊരു നഷ്ടത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് വൃശ്ചിക രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു ഒരു പൊതുഫലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലഗ്നം, നമ്മൾ ജനിച്ച ലഗ്നം കൂടി ഏതാണ് മനസ്സിലാക്കുക. അപ്പം നിങ്ങളിപ്പം നമ്മുടെ ജാതക നിൽക്കുന്ന രാശി വൃശ്ചികമായിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ ജന്മരാശി എന്ന് പറയും. നിങ്ങളുടെ ലഗ്നം കൂടി മനസ്സിലാക്കി, അതായത് ജാതകത്തില്ല എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഉദാഹരണത്തിന് ലാ എന്ന് എഴുതിക്കുന്നത് കർക്കിടകത്തിലാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഇടകത്തിലാണ് വിചാരിക്കുക. അപ്പൊ ആ രാശിയുടെ ഫലം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മീനത്തിലാണെങ്കിൽ ഇപ്പം ഇത് കഴിയുമ്പോഴത്തേനും വരും. ഓക്കെ, അപ്പൊ അന്നേരം അത് കാണുക. അല്ലെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതും കൂടി എടുത്ത് കാണാം. അതായത് ഒരു വ്യക്തി 2 വീഡിയോ, ഇപ്പം നിങ്ങളുടെ ലഗ്നവും ജന്മരാശി ഒന്നാണെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാകുന്ന, 2 ആണെങ്കിൽ 2 വീഡിയോ കാണുക. അപ്പൊ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞ ദമ്പതികളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയും കൂടി ഫലം ഒന്നും കാണുക. എന്നിട്ട് അത് രണ്ടും മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മുടെ അവസ്ഥകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ലാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുകയും വരിക എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് വൃശ്ചിക രാശിക്കാരോട് എടുത്തു പറയാനുള്ളത് വെച്ചാൽ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ഭയങ്ങൾ ഒഴിവാക്കുക, കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കർമ്മം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് അതിനുള്ള ഫലം നമുക്ക് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആ ആരാധനാമൂർത്തി ഏതാണോ, അല്ലെ ആരാധന ശക്തി ഏതാണോ നമുക്കത് പ്രദാനം ചെയ്തിരിക്കും. കാരണം നമ്മൾ എപ്പോഴും സൽപ്രവർത്തികൾ, സൽചിന്തകൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കില്ല. നമുക്ക് വരുന്ന ദോഷങ്ങളുടെ കാഠിന്യം കുറയും ചെയ്യും. സോ അതല്ല, നമ്മൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് നാശങ്ങളും ദുഷ്ടചിന്തകളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളെങ്കിൽ, ദുഷ്പ്രവർത്തികളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക്
അതനുസരിച്ചുള്ള എഫക്റ്റ് നമുക്കും ഉണ്ടാവും. നമ്മൾ മറ്റുള്ള ആൾക്ക് നശിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യും, കൂടെ നശിക്കുമെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർ നന്നാവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളും എന്താവും, ഓട്ടോമാറ്റിക്കലി നന്നാവും എന്ന് വിശ്വസിക്കുക. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാം, ഈശ്വര വിശ്വാസത്തോടെ ഹാപ്പി ആയിട്ട് ഇടയ്ക്കൊക്കെ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നമ്മൾ പറ്റുന്ന യഥാശക്തി വഴിപാട് കഴിപ്പിക്കുക. വെറും കൈയോടെ എന്താണ് ഭഗവാനെ അല്ലെങ്കിൽ ദേവീനെ അങ്ങനെ നമ്മുടെ ആ ആരാധനാമൂർത്തിയെ കാണാൻ പോവാതെ വെറും കൈയോടെ അല്ല, നമ്മൾ പറ്റുന്ന എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂവൊക്കെ വെക്കാവുന്ന ക്ഷേത്രത്തിൽ അടുത്ത് അങ്ങനെ വെക്കുന്ന ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഉണ്ടായ പൂ നിങ്ങൾക്ക് സമർപ്പിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ചന്ദനത്തിരിയോ ഒരു എണ്ണയോ നെയ്യോ ഒരു മാലയോ ഒരു പുഷ്പാഞ്ജലിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുക. എന്തെങ്കിലും ഒരു വഴിപാട് നമ്മളാൽ പറ്റുന്ന വഴിപാട് നമ്മൾ എന്ത് കഴിപ്പിക്കുക. കാരണം സ്ഥിരമൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് വലിയ തുകയുടെയൊന്നും വഴിപാട് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് അനുസരിച്ച് ചെയ്യുക, മാസത്തിൽ പോകുന്നത് അതനുസരിച്ച് ചെയ്യുക. നമ്മളാൽ വിശ്വാസമാണ്, നമുക്ക് എന്താണ് നമ്മുടെ ഒരു വിശ്വാസപ്രകാരം അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.